മഴക്കാലം കഴിഞ്ഞതിന്റെയും ശൈത്യം തുടങ്ങുന്നതിന്റെയും ഇടയിലുള്ള ഇപ്പോഴത്തെ ഈ ചൂട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. പുറത്തൊന്ന് പോയി വന്നാൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വലിയൊരു ആശ്വാസം കൂടിയാണ്. പലരുടെയും ആരോഗ്യ പാനീയമാണ് ഇപ്പോൾ നാരങ്ങ വെള്ളം. ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിക്കും, ദഹനത്തെ സഹായിക്കും, വൈറ്റമിൻ സി ലഭിക്കും. അങ്ങനെ ഒരു അത്ഭുത പാനീയം തന്നെയാണ് നാരങ്ങ വെള്ളം. എന്നാൽ ഈ നാരങ്ങ വെള്ളം എല്ലാവർക്കും ഒരുപോലെ ഗുണമല്ല എന്ന് നിങ്ങൾക്കറിയാമോ? ആസിഡ് റിഫ്ലക്സ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലുള്ളവരാണെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒട്ടും അനുയോജ്യമല്ല. കാരണം നാരങ്ങ അങ്ങേയറ്റം അസിഡിക് ആണ്. അത് നിങ്ങളുടെ അന്നനാളത്തെയും ആമാശയത്തിലെ ആസിഡ് അവിടെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന അന്നനാളത്തിന്റെ പേശിയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും നെഞ്ചെരിച്ചിൽ വർദ്ധിക്കും. നാരങ്ങ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതും ഒഴിവാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, നാരങ്ങ വെള്ളത്തിന് നിങ്ങളുടെ പല്ല് കൂടുതൽ ദുർബലവും പല്ലിന്റെ നിറത്തിന് മാറ്റം വരുത്താനും ക്യാവിറ്റീസിനും ഒക്കെ കാരണമാകുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ളവർ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ അസിഡിറ്റിയും കോമ്പൗണ്ടുകളും ശരീരം മരുന്നിനെ ആഗിരണം ചെയ്യുന്നതിനെ വരെ ബാധിക്കും. ഒപ്പം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് നിങ്ങളുടെ ചർമ്മത്തെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതിനാൽ നിത്യവും നാരങ്ങ വെള്ളം കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൺസ്ക്രീൻ ഇടാനും മറക്കാതിരിക്കണം.